ഒമാൻ തീരത്ത് ഇന്ധന ടാങ്കറിന് നേരെയുണ്ടായ അമേരിക്കൻ മിസൈൽ ആക്രമണത്തിൽ കാണാതായ 3 ഇന്ത്യക്കാർ മരിച്ചതായി സ്ഥിരീകരിച്ചു. 21 നാവികരെ രക്ഷപ്പെടുത്തി. ഒമാൻ തീരത്ത് ഇന്ത്യൻ ഇന്ധന ടാങ്കറിന് നേരെ ഇന്ന് വീണ്ടും മിസൈൽ ആക്രമണം ഉണ്ടായി. അതേസമയം കുവൈറ്റ്, ബഹ്റൈൻ, ജോർദാൻ എന്നിവിടങ്ങളിലേക്ക് ഇറാൻ ശക്തമായ വ്യോമാക്രമണം നടത്തി. ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഒമാനിലെ സോഹാർ തീരത്താണ് ഇപ്പോൾ ഇന്ത്യൻ ചരക്ക് കപ്പലുകൾക്ക് നേരെ, ഇന്ധന ടാങ്കറുകൾക്ക് നേരെ ആവർത്തിച്ചുള്ള ആക്രമണം ഉണ്ടാകുന്നത്. സോഹാർ തുറമുഖം എന്ന് പറയുമ്പോൾ അത് ഹോർമൂസ് കടലിടുക്കുമായി ചേർന്നിട്ടുള്ള പ്രദേശമാണ്. ഇന്നിപ്പോൾ 3 പേരുടെ മരണം സ്ഥിരീകരിക്കുന്നുണ്ട്. ഇന്നലെ സെറ്റി ബെല്ലോ എന്ന് പറയുന്ന ഇന്ത്യൻ ചരക്ക് ഇന്ധന ടാങ്കറിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. 24 പേരാണ് ഇന്ധന ടാങ്കറിൽ ഉണ്ടായിരുന്നത്. അതിൽ 3 പേരെ കാണാതായിരുന്നു. ആ 3 നാവികരുടെ മൃതദേഹമാണ് ഇന്നിപ്പോൾ ലഭിക്കുന്നത്. അതിൽ ഒരാൾ ഹിമാചൽ പ്രദേശിൽ നിന്നുമുള്ള ആദിത്യ ശർമ്മയാണെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ വിവരങ്ങളൊക്കെ ശേഖരിച്ചു വരുന്നതേ ഉള്ളൂ. ഏതായാലും 3 ഇന്ത്യക്കാരുടെ മരണം സ്ഥിരീകരിക്കുന്നു. 21 പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഇതിനോടൊപ്പം തന്നെയാണ് ഇന്ന് രാവിലെ ഇന്ധന ടാങ്കറിന് നേരെ വീണ്ടും ഇതേ മേഖലയിൽ വെച്ച് ആക്രമണം ഉണ്ടാകുന്നത്. ശക്തമായിട്ടുള്ള ആക്രമണത്തിൽ ജൽവീർ എന്ന് പറയുന്ന കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ആ കപ്പലിന് തീ പിടിക്കുകയും ചെയ്തു. 20 ഇന്ത്യൻ നാവികരാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. അവരെയൊക്കെ രക്ഷിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആക്രമണത്തിന്റെ ആഘാതം എത്രയെന്നൊക്കെ ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. അമേരിക്കയുടെ ഭാഗത്തു നിന്നുമാണ് ആക്രമണങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത്. കഴിഞ്ഞ 3 ദിവസത്തിനിടെ 3 ഇന്ധന ടാങ്കറുകളാണ് ഇന്ത്യയുടേതായി ആക്രമിക്കപ്പെടുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ഇറാനിൽ ഇന്ന് രാവിലെ ഉണ്ടായിട്ടുള്ള ആക്രമണം. അതുപോലെ തന്നെ കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയിട്ടുള്ള മേഖലകളിലേക്ക്, ജോർദാനിലേക്ക് അടക്കം നടത്തിയിട്ടുള്ള ഇറാന്റെ ഭാഗത്തു നിന്നുമുള്ള ആക്രമണം. ശക്തമായിട്ടുള്ള ആക്രമണം നടന്നത് ബഹ്റൈനിലാണ്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നിരവധി ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ബഹ്റൈനിലേക്കുള്ള ആക്രമണം. കെട്ടിടങ്ങൾക്ക് തീപിടിക്കുന്ന സാഹചര്യമുണ്ടായി. ഇറാൻ അവകാശപ്പെടുന്നത് ബഹ്റൈനിലുള്ള അമേരിക്കയുടെ 5ാം കപ്പൽ പടയെ ആക്രമിച്ചു, അവരുടെ റഡാർ സംവിധാനങ്ങൾ അടക്കം തകർത്തു എന്നുള്ളതാണ്. കുവൈറ്റിലേക്കുണ്ടായ ആക്രമണത്തെ തുടർന്ന് വിമാനത്താവളം ഏതാണ്ട് 5 മണിക്കൂറോളം അടച്ചിട്ടു. അതിനുശേഷം ഉച്ചയോടുകൂടിയാണ് വിമാനത്താവളം തുറക്കുന്ന സാഹചര്യം ഉണ്ടായത്. ജോർദാനിലേക്കും വലിയ ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. തെക്കൻ ഇറാനിലേക്ക് അമേരിക്കയും ശക്തമായിട്ടുള്ള ആക്രമണം നടത്തി. അവിടെ നിരവധി മേഖലകളിൽ ഏതാണ്ട് 6 ഇടങ്ങളിലായി ശക്തമായിട്ടുള്ള സ്ഫോടനം കേട്ടു. റഡാർ സംവിധാനവും കമാൻഡ് സംവിധാനവും ഒക്കെ ഇറാന്റേത് തകർത്തു എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. ഏതായാലും ഹോർമൂസ് കടലിടുക്കിലും മറ്റ് പല ഗൾഫ് രാജ്യങ്ങളിലുമായി ഇപ്പോഴും ആക്രമണം, ഏറ്റുമുട്ടലൊക്കെ തുടരുകയാണ്.